സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി അൻവറിന് കൊടുക്കേണ്ട താക്കീത് കൊടുത്തു. അൻവർ ഇല്ലെങ്കിലും കോൺഗ്രസ് വിജയിക്കും. ആര്യാടൻ ചൗക്കത്തിന് ധീരതയോടെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? 100% വിജയം. എന്റെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വള്ളപ്പാട് കൂടി മുന്നിൽ UDF എത്തി. കേരളത്തിന്റെ പൊതുവികാരം കോൺഗ്രസിന് അനുകൂലമല്ലെങ്കിൽ, UDFന് അനുകൂലമല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയോ സംവിധാനമോ നമ്മുടെ കൂടെ വരുമോ? ഇല്ലല്ലോ. അങ്ങനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ബോധ്യപ്പെടും. ഒന്നിലധികം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇതാദ്യമായി എത്തിച്ചേർന്നിട്ടുള്ളത് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യവും നാവുമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ ബോസാണ്. മീഡിയ ഗ്രാമത്തിന്റെ ഈ ചർച്ചാവേദി പുതിയ ഒരു ശൈലിക്ക് തുടക്കം കുറിക്കുകയാണ്. അനിൽ ബോസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കോൺഗ്രസിനെ കുറിച്ച് ചില സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് അഭിമാനത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കിത്തരും. എനിക്ക് തോന്നുന്നു വീണ്ടും ക്രെഡിറ്റ് ഗോസ് ടു KC വേണുഗോപാൽ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി അൻവറിന് കൊടുക്കേണ്ട താക്കീത് കൊടുത്തു. അൻവർ ഇല്ലെങ്കിലും കോൺഗ്രസ് വിജയിക്കും എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അൻവർ LDFനോടൊപ്പം നിന്ന ഒരാളാണ്. കോൺഗ്രസിനോടൊപ്പം വരാൻ പിണറായി വിരുദ്ധതയുടെ പേരിൽ തയ്യാറായി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിന് മുമ്പുള്ള ഒരു പ്ലസ് പോയിന്റ്. അതല്ലാതെ അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആര്യാടൻ ചൗക്കത്തിന് ധീരതയോടെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? 100% വിജയം. ആര്യാടൻ ചൗക്കത്തിനാണ് നാച്ചുറൽ ചോയ്സ്. പാർട്ടി എടുത്ത തീരുമാനം 100% സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും നമ്മളെ വേട്ടയാടി പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇടതുമുന്നണി വിട്ടിറങ്ങി പിണറായിക്കെതിരെ ഒരു രാഷ്ട്രീയം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പിന്തുണയ്ക്കും. തീർച്ചയായിട്ടും. ആ പിന്തുണയ്ക്കുന്നതിൻ്റെ നമ്മൾ കാണിക്കുന്ന മര്യാദ തിരിച്ചറിയാൻ കഴിയുന്നവർക്കാണ് ആ പിന്തുണ കൊടുക്കേണ്ടത്. അതല്ലാത്തവർക്കല്ല. ഇവിടെ സംഭവം എന്താ? നമ്മളെ ഡിറ്റക്റ്റ് ചെയ്യണം. ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി വേണം. അതെങ്ങനെയാണ് നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ അഭിപ്രായം കണ്ടീഷനായിട്ട് എടുത്തുകൊണ്ട് ഒരു മുന്നണിക്കും പാർട്ടിക്കും എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? ഒരു തെരഞ്ഞെടുപ്പല്ല, 10 തെരഞ്ഞെടുപ്പ് നമ്മളങ്ങ് തോറ്റോട്ടെ. വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ജയിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ കോൺഗ്രസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ നിലപാട് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആകുന്നതിലൂടെ കോൺഗ്രസിൽ ഇച്ഛാശക്തിയോടുകൂടി തീരുമാനം എടുക്കാൻ കഴിയുന്ന, വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ഹൈക്കമാൻഡും ഒരു സംസ്ഥാന വളരെ ശക്തമായ നേതൃത്വം ദേശീയ സംസ്ഥാന തലങ്ങളിലുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതിലൂടെ തന്നെ എൻ്റെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വള്ളപ്പാട് കൂടി മുന്നിൽ UDF എത്തി. കാരണം കോൺഗ്രസ്സുകാർക്കൊരു ആത്മാഭിമാനം തോന്നിയ നിമിഷമാണ് ഷൗക്കത്തിലേക്ക്. ഈ ഒരു പക്ഷേ 2 അഭിപ്രായമോ 4 അഭിപ്രായമോ ഒക്കെ ഉള്ളവർ ഇനി മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതൊന്നും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഒരു പാർട്ടിയല്ലേ, പലരും അത് ആഗ്രഹിക്കും. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം, ജയപരാജയങ്ങൾക്കല്ല. ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ട് മുൻപ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും ഒടുവിലത്തെ ഒരു ആകെ കുറുക്കിക്കാച്ചിയൊരു സംഭവമായിരിക്കുമല്ലോ നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ വിജയം ആർക്കാണ് എന്നൊക്കെ ഉള്ളത് പ്രവചനാതീതമായി നിൽക്കുന്നു. പക്ഷേ 2026 3-ാം വട്ടം കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വന്ദേ ഭാരതിൽ സഞ്ചരിക്കുമ്പോൾ CPMന്റെ ഒരു സമുന്നതനായ നേതാവ് എൻ്റെ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം അന്ന് പറഞ്ഞത്, നിങ്ങളുടെ സതീശനൊക്കെ, നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താണെങ്കിലും അവർ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങളുടെ സതീശനൊക്കെ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ 2026 തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ്. നിങ്ങൾ എന്താ ഒഴുങ്ങിയത്? ഞങ്ങൾ 36,000-ലധികം വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികൾ കൂടി, ഞങ്ങൾ 2,000-ലധികം വരുന്ന ലോക്കൽ കമ്മിറ്റികൾ വിളിച്ചു ചേർത്തു, ഞങ്ങൾ 200-ലധികം വരുന്ന ഏരിയ കമ്മിറ്റികൾ പൂർത്തിയാക്കി, 14 ജില്ലാ കമ്മിറ്റികൾ പൂർത്തിയാക്കി, സംസ്ഥാന സമ്മേളനം നടത്തി നിൽക്കുന്ന ഒരു പാർട്ടിയോട് നിങ്ങൾക്കെവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, നിങ്ങൾക്കെവിടെ അടിത്തട്ടിൽ പാർട്ടി? ഈ പാർട്ടി എങ്ങനെയാണ് 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക? ഇവരിപ്പോൾ മാത്രമല്ല ഈ കമ്മിറ്റികൾ കൂടുന്നത്, എല്ലാ കാലത്തും കമ്മിറ്റിയുള്ള പാർട്ടിയാണ് CPM. അവർക്ക് കേഡറുകളുണ്ട്, കമ്മിറ്റികളുണ്ട്, റിവ്യൂ ഉണ്ട്. നമ്മൾ അത്രയും 24 മണിക്കൂറും കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല. കാരണം എന്താ?
അവരെല്ലാം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാർട്ടി പ്രവർത്തകരുള്ള പാർട്ടിയാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്ക് വളരെ കൃത്യമായി. അതിനു വേണ്ടിയിട്ട് നമ്മൾ അധികം സമയം ഉപയോഗിക്കേണ്ടതില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്തു. അതല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും അവന്റെ പോക്കറ്റിലെ പണം എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവന്റെ വീട് കഴിയേണ്ട പൈസ എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളവരും ഇല്ലാത്തവരും, ചുരുക്കം 1-2 പേര് അല്ലെ 10-100 പേര് സമ്പന്നന്മാരായിട്ടുണ്ടാവും, രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ വേറെ കാര്യം. അല്ലെ സർക്കാരിന്റെ ആനുകൂല്യം കിട്ടുന്നവരുണ്ടാവും. അതല്ലാത്ത ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തും കഷ്ടപ്പെട്ടുമാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ധാരണ തെറ്റാണ്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. പഴയ പോലെ പ്രബലമായ ഗ്രൂപ്പും സംവിധാനമൊന്നുമില്ല. അല്പം അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു AICC ജനറൽ സെക്രട്ടറി, 3 AICC സെക്രട്ടറിമാർ മാസങ്ങൾ തമ്പടിച്ച് മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും പോയി, മുഴുവൻ മണ്ഡലത്തിലും പോയി റിവ്യൂ നടത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഒരു ചരിത്രമുണ്ടോ? 1. 2, നമ്മുടെ മുഴുവൻ വാർഡ് കമ്മിറ്റികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി പുനഃസംഘടിപ്പിച്ച് ആ വാർഡ് തലത്തിൽ വളരെ കൃത്യമായി മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് 100ാം വാർഷികത്തിന്റെ ആഘോഷം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള കുടുംബ സംഗമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുടുംബസംഗമൊക്കെ എത്ര പെർസെന്റേജ് നടന്നിട്ടുണ്ട്? 70% മുകളിൽ. എന്നാലും അവിടെ ഒരു 30% ബാക്കി അല്ല, നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പ്രോഗ്രാം നടത്തി ഫിനിഷ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങയോട് തർക്കിക്കാനില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50% വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളിലും അല്ലെങ്കിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ഇല്ലാത്ത സ്ഥലങ്ങളിലും ഈ പറയുന്ന കുടുംബസംഗമം നടന്നിട്ടില്ല. നടന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് DCCകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. താഴെത്തട്ടില്ല ഞാനിത് പറയുന്നത് ഞാൻ നേരിട്ട് എൻ്റെ ബോധ്യമാണ്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ, എൻ്റെ സ്വന്തം ജില്ലയിൽ, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ, കോട്ടയം അടക്കം ഞാൻ തന്നെ 100-150 യോഗങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഞാൻ അവിടെ കാണുന്ന ഒരു സാന്നിധ്യമുണ്ട്. മിനിമം 100 പേരുള്ള കുടുംബയോഗങ്ങൾ, 75 പേരില്ലാത്ത ഒരു കുടുംബയോഗമില്ല. ആ കുടുംബയോഗങ്ങളിൽ നടക്കുന്ന കൃത്യമായ സംവാദങ്ങൾ, ജനാഭിപ്രായം സ്വരൂപിക്കുന്നു. ഇതൊന്നും കോൺഗ്രസ് കീഴ്വഴക്കമില്ലെന്നേ. ഇലക്ഷൻ സമയത്ത് ഒരു കുടുംബയോഗം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം, അപ്പോഴും തല്ലിക്കൂട്ട്, ഒരു ദിവസം ഭവന സന്ദർശനം, പുതിയ മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ പൊതുവിൽ കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. പല വീടുകളിലും കടന്നു ചെല്ലുമ്പോൾ, ഞാൻ വീട് കയറിയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ. അതായത് ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ചുമതലകളുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പ്രസംഗം, ഡിബേറ്റ്, ഇതെല്ലാമായി നടക്കുമ്പോഴും എനിക്ക് എൻ്റെ ജില്ലയിൽ തന്നിരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ചുമതലയാണ്. 15 വാർഡുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ 11 കുടുംബയോഗങ്ങൾ കഴിഞ്ഞു. വാർഡ് കമ്മിറ്റികൾ 2 തവണ കൂടി കഴിഞ്ഞു. മണ്ഡലം കമ്മിറ്റികൾ 3-4 തവണ, 4-5 സമരങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഈ മാറ്റങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോഴും നമ്മൾ കാണുന്നത് 2011 ശേഷം കേരളത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ. ഒന്ന് ഡീലിമിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം, നേരത്തെ UDF പോയാൽ LDF, LDF പോയാൽ UDF എന്നുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മറ്റൊരു മുന്നണി ഇടയിൽ പ്രവർത്തിക്കുന്നു. അവർ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയായാലും ഒരു പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തേത്, കൂടെ ഉണ്ടായിരുന്ന മുന്നണിയിലെ ഘടക കക്ഷികൾ, കേരള കോൺഗ്രസ് കോൺഗ്രസിനെ വിട്ടുപോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രേയാംസ് കുമാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ വിട്ടുപോകുന്നു. കോൺഗ്രസിന് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും വലിയ അടിത്തറ നൽകിയ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കുകൾ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം ഇപ്പോഴും പിണറായി വിജയനെ സ്നേഹത്തോടുകൂടി ആശ്ലേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് രംഗത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം കൈപ്പറ്റാൻ സാധിക്കാതെ പോകുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി നിരന്തരമായി, അതെന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹം കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. NSS സമദൂര സിദ്ധാന്തത്തിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഡീലിമിറ്റേഷന് ശേഷം വന്നിരിക്കുന്ന ഒരു ഫ്രാഗ്മെൻറ്റഡ് ഒരു പൊസിഷനിങ്, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള
വോട്ടിംഗ് പെർസെൻറ്റേജിൽ BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർധനവ്, ഇതെല്ലാം കൂടി വരുമ്പോൾ 2026 ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ എല്ലാ മണ്ഡലങ്ങളിലും CPM സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വോട്ടിൽ അവരൊരു 83 മുതൽ 86 സീറ്റിലേക്ക് വരുമോ? അതല്ല കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമോ? 100% UDF കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും. അതിൻ്റെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കാർക്കും ശീലമില്ലാത്ത കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പാണ്. ഒരു ബൂത്തിൽ കോവിഡ് രോഗികളെന്ന പേരിൽ 10ഉം 20ഉം പോസ്റ്റൽ വോട്ട് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ കോവിഡ് വാളണ്ടിയർമാരായി വന്നത് മുഴുവൻ അംഗനവാടി ടീച്ചർമാരും ആശാ വർക്കർമാരും ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആരോഗ്യ വാളണ്ടിയർമാരാണ്. അതൊക്കെ തന്നെ ഭൂരിപക്ഷം ഇടങ്ങളിലും, ഭൂരിപക്ഷമല്ല, ഒരു 70% സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നുവെങ്കിൽ പോലും പലരും CPM-ന് വിധേയമായി പ്രവർത്തിക്കുന്നവരാണ്. നമുക്കൊരു നല്ല യോഗം നടത്താൻ കഴിയാത്ത സാഹചര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്തരമൊരു സന്ദർഭത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലും നമുക്ക് ജയിക്കാൻ കഴിയും. നമ്മൾ 30 സീറ്റിൽ തോറ്റിരിക്കുന്നത് 3000 വോട്ടിൽ താഴെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള എൻ്റെ ബോധ്യം അതാണ്. ആ 3000 വോട്ടിന് തോക്കുക എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ വോട്ട് മാത്രം നോക്കിയാൽ തോക്കുന്നതിനൊരു കാരണമാണ്, നമുക്ക് വേണമെങ്കിൽ അത് പറയാം. അതുപോലെ നമുക്ക് ശക്തമായ പ്രചരണം നടത്താനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ആ സമയത്ത് പലതിനും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇന്നതല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ NSS കോൺഗ്രസിനെതിരാണ്, SNDP മുഴുവൻ കോൺഗ്രസിനെതിരാണ്, അങ്ങനൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഓരോ തെരഞ്ഞെടുപ്പും ഓരോ സാഹചര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കെങ്ങനെയാണ് 18 സീറ്റ് കിട്ടുന്നത്? അപ്പം അത് ദേശീയ തെരഞ്ഞെടുപ്പാണ്. നമ്മളൊരു കാരണം ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് ചെയ്യും, സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മാറും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ആ വ്യത്യാസമുള്ളപ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മുന്നണിയുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 100% നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ചുമ്മാ നമ്മളെല്ലാം മിടുക്കന്മാരാണെന്ന് പറഞ്ഞു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ മുന്നണിയെ ഏകോപിപ്പിച്ച് നിർത്തുന്നതിൽ നമ്മൾക്ക് പരാജയമുണ്ടായി. അത് ഏത് യുദ്ധത്തിലും സൈന്യം ചെതറിയാൽ കുഴപ്പമല്ലേ? അപ്പോൾ ആ സൈന്യത്തെ കൃത്യമായി വിന്യസിപ്പിക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് UDF കൺവീനറല്ല, UDF ചെയർമാനല്ല, അങ്ങനെ ഒരാളെന്നുള്ള നിലയിൽ, പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും, എന്തൊക്കെ പോരായ്മകളാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സർപ്രൈസ് മാറ്റങ്ങൾ മുന്നണിയിലുണ്ടാവും. ഏറ്റവും വേഗത്തിൽ അത് കേരളത്തിന് കാണാൻ കഴിയും. എന്താണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം? അതായത് കേരളത്തിൻ്റെ പൊതുവികാരം കോൺഗ്രസിന് അനുകൂലമല്ലെങ്കിൽ, UDF-ന് അനുകൂലമല്ലെങ്കിൽ, ഭരിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയോ സംവിധാനമോ നമ്മുടെ കൂടെ വരുമോ? ഇല്ലല്ലോ. അങ്ങനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ബോധ്യപ്പെടും. ഒന്നല്ല, ഒന്നിലധികം. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ. കേരള കോൺഗ്രസ് മാത്രമല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ പാർട്ടി കോൺഗ്രസിലേക്ക് വരും. കോൺഗ്രസ് മുന്നണിയിലേക്ക് വരും. ഉറപ്പ്. തീർച്ചയായിട്ടും അങ്ങയുടെ പ്രതീക്ഷകൾ, കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ പൂവണിയിട്ട് അവരെന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ജനഹിതം മനസ്സിലായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും കോൺഗ്രസിലെ നേതാവിനോടുള്ള വ്യക്തിപരമായ താല്പര്യമോ സ്നേഹമോ അല്ല, ഇന്ത്യയിലെ പൊതുപശ്ചാത്തലവും കേരളത്തിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടും ജനങ്ങളുടെ വോട്ടിങ്ങിന് അവർ എടുത്തിരിക്കുന്ന തീരുമാനവും, അവർക്കൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടല്ലോ. പൾസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, ഇത്രയധികം ഘടകകക്ഷികളെല്ലാം വന്ന അവസാനം കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാൻ സീറ്റ്, നമ്മൾ 92 സീറ്റിൽ മത്സരിച്ചില്ലേ? നമ്മൾ 92 സീറ്റിൽ നേരത്തെ മത്സരിച്ചിട്ടില്ലല്ലോ. പലരും മത്സരിച്ചിരുന്ന സീറ്റുകളും കൂടെ നമ്മൾ മത്സരിക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് അവർ വരുന്നു എന്നും പറഞ്ഞ് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. പഴയതൊക്കെ കൊടുത്താൽ മതി.